അപ്പോൾ ഈ മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ 10 പ്രതികളുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത്. കൊല്ലപ്പെട്ട അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിന്റെ മരണം നെഞ്ചിലും തലയ്ക്കും ഏറ്റ പരിക്കിനെ തുടർന്ന് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സുഹൃത്തിനെ കാണാനെത്തിയ അശോകിനെ നാട്ടുകാർ മർദ്ദിക്കുകയായിരുന്നു. വിശദവിവരങ്ങളുമായി റിയ ബേബി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റിയ. റിയ, ഈ ആൾക്കൂട്ട കൊലപാതകം എങ്ങനെയാണ് സംഭവിച്ചത്? സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴായിരുന്നല്ലോ. അത് എന്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം ഈ തരത്തിൽ പ്രതികരിച്ചത്? ഈ 10 പേരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? മോത്തി, വ്യാഴാഴ്ചയാണ് മൂവാറ്റുപുഴയിൽ ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. അരുണാചൽ സ്വദേശിയായ അശോക് മൂവാറ്റുപുഴ വാളകത്തെത്തുന്നു. അവിടെ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്തിനെ, പെൺസുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അവരെ കാണാൻ എത്തിയതെന്നാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം അശോക് ആ വീട്ടിൽ നിന്നിറങ്ങി. അവിടെയുള്ള ആളുകൾ അശോകിനെ കാണുന്നത് ചോര ഒലിപ്പിച്ച നിലയിലായിരുന്നുവെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നു. അങ്ങനെ കണ്ടപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ പരസ്പര വിരുദ്ധമായി അശോക് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കാനായി തങ്ങൾ അശോകിനെ കെട്ടിയിട്ടെന്നാണ് അവിടെയുള്ള ആളുകളുടെ വാദം. പക്ഷേ ഈ സംഭവത്തിൽ 10 പേരെ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പോലീസ് പറയുന്നത് ഈ അശോകിനെ 10 പേരും കെട്ടിയിട്ടതിന് ശേഷം ചില മർദ്ദനങ്ങൾ അശോകിന് നേരെ ഉണ്ടായിരുന്നു. ഈ മർദ്ദനമാണ് അശോകിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. അതിനെ തുടർന്നാണ് ഈ 10 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതൊരു ആൾക്കൂട്ട കൊലപാതകമാണ് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ അശോകിന് ചില പരിക്കുകൾ ഉണ്ടായിരുന്നു. അത് എവിടെ നിന്നുണ്ടായതാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും 10 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി. 10 പേരുടെ പേര് വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. വാളകത്തുള്ള അവിടുത്തെ താമസക്കാരായിട്ടുള്ള 10 പേരെ തന്നെയാണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇവരുടെ പേര് വിവരങ്ങളടക്കമുള്ള വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. എന്തായാലും ഈ സംഭവം നടന്നത് വ്യാഴാഴ്ച രാത്രിയാണ്. അരുണാചൽ സ്വദേശിയാണ്. അവിടെ എത്തി ഒപ്പം ജോലി ചെയ്തിരുന്ന സുഹൃത്തിനെ കാണാനായി അവിടെ എത്തുന്നു. ആളുകളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അശോകിന്റെ ദേഹത്ത് മുറിവുകളുണ്ട് എന്ന് പ്രദേശവാസികൾ ഏതായാലും ഇനി അടുത്ത മണിക്കൂറിലൊക്കെ നമുക്ക് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്ന് വിചാരിക്കും.